വയനാട്ടുകുലവൻ തെയ്യത്തിൻ്റെ തിരുപ്പുറപ്പാടിനുള്ള സമയം. ഗ്രാമീണ സംസ്കൃതിയിൽ വിരിഞ്ഞ വർണ്ണമനോഹരമായ പൂങ്കുലകളാണ് പുരാവർത്തനങ്ങൾ. സാന്ത്വനമായി വഴികാട്ടിയായി അവ നമ്മുടെ ജീവിതത്തിന് തുണങ്ങുന്നു. പുരാവൃത്തങ്ങളിൽ നിന്ന് ഉറിഞ്ഞു വന്ന തെയ്യക്കോലങ്ങൾ നമ്മുടെ നാടിൻ്റെ ആധ്യാത്മിക ഭൗതിക തലങ്ങളിലെ ചാലകശക്തികളായി മാറിയത് അങ്ങനെയാണ്. ഉന്നതമായൊരു പുരാവൃത്തം അനാവരണം ചെയ്യുന്ന ദേവാദിദേവനാണ് ശ്രീ വയനാട്ടുകുലവൻ. നമുക്കറിയാം, 28 സംവത്സരങ്ങൾക്കപ്പുറത്ത് ശബ്ദഗുരുവായ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കരിവള്ളൂർ രാജേട്ടൻ്റെ ശബ്ദഗരിമ ഈ നാടിനെ അലയടിച്ചുകൊണ്ട് ആ ഡയലോഗ് നമുക്ക് വയനാട്ടുകുലവൻ തിരുസന്നിധിയിൽ ഒടുങ്ങിയത് നമ്മൾ കേട്ടതാണ്. എന്നിരുന്നാലും കടമ്പിച്ചൊടുകുന്നു ആ ഡയലോഗ്. ശ്രീ വയനാട്ടുകുലവൻ്റെ പിറവിയുടെ കഥ. ശിവപാർവതിമാർ പണ്ട് വനാന്തരങ്ങളിൽ വേട്ടക്കെഴുന്നള്ളിയ നാളുകളിലൊന്നിൽ തേന്മകൾ എന്ന വൃക്ഷച്ചുവട്ടിലെ മധുകുടിച്ച് മത്തവിലാസമാടി ശ്രീ മഹാദേവൻ. ശിവഭ്രാന്ത് കണ്ട് ഭയപ്പെട്ട കുന്നിന്മകളായ പാർവതി തേന്മകൾ എന്ന വൃക്ഷച്ചുവട്ടിലെ മധുകുടിച്ച് മത്തവിലാസമാടി ശ്രീ മഹാദേവൻ. ഇത് കണ്ട് കുപിതനായ മുക്കണ്ണൻ ശിംശാനവാസൻ ആടി ചടുല താണ്ഡവം തല്ലി തൻ തൃത്തുടമേൽ പിറന്നു ദിവ്യനായ പുത്രനെന്ന്. ഇത് ആദിദീപിൻ്റെ പിറവിയുടെ കഥ. എല്ലാ മധുവനവും നീ ആടിക്കോ, കദളി മധുവനം നീ ആടേണ്ട എന്ന പിതൃകൽപ്പന ലംഘിച്ച മാത്രയിൽ കുലവന്റെ കണ്ണിരണ്ടും കാണാതായി. പശ്ചാത്താപ വിവശനായ കുലവൻ ശ്രീ മഹാദേവനോട് മാപ്പിരക്കുന്നു. ഒടുവിൽ ദയാനിധിയായ ഭഗവാൻ 108 വെള്ളിക്കണ്ണ് വെച്ച് പൂജിച്ചതിൽ നിന്നും 2 വെള്ളിക്കണ്ണ് മകന് നൽകുന്നു. കണ്ണോട് കണ്ണടച്ച് നേരത്തെങ്കിൽ ഉള്ള കണ്ണും കാണുന്നില്ലല്ലോ തിരുവടിയെ, എൻ്റെ ഉൾക്കണ്ണും പൊട്ടിച്ചോ എന്ന് കുലവൻ ചോദിച്ചപ്പോൾ 12 ദീപിതക്കോൽ വെച്ച് പൂജിച്ചതിൽ നിന്ന് ഒരു ദീപിതക്കോൽ എടുത്തു കൊടുക്കുന്നു. ഇത് കത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് വേണം തിരുവേണിയെ എന്ന് ആരാഞ്ഞപ്പോൾ, ഇത് കത്തിക്കഴിഞ്ഞാൽ നീ ഓടയെന്ന പെരിങ്ങാട്ടോട കൈയെടുത്ത് ഓടനാൾ ഉളക്കത്തി വലിച്ച് ഓടമുള തല്ലി ചൂട്ട് കെട്ടിച്ചു എന്ന് ഭഗവാൻ കൽപ്പിച്ചു. അങ്ങനെ ചൂട്ടുമായി നടന്നീങ്ങിയ ദിവ്യൻ ഹസ്തകൂല പർവ്വതത്തിലെത്തിയപ്പോൾ ചൂട്ട് പുകഞ്ഞിട്ട് കണ്ണ് കാണുന്നില്ല, കണ്ണ് പുകഞ്ഞിട്ട് ചൂട്ട് കാണുന്നില്ല. അരിശം പൂത്ത കുലവൻ ചൂട്ടും പൊയ്ക്കണ്ണും വലിച്ചെറിയുന്നു. കണ്ണ് ചെന്ന് വീണത് ശ്രീ മഹാദേവന്റെ ഹോമകുണ്ടത്ത്, ചൂട്ട് ചെന്ന് വീണതോ ആദിപറമ്പന്റെ കണ്ണന്റെ നടുമുറ്റത്ത്. അങ്ങനെ ആദിപറമ്പൽ കണ്ണന്റെ പടിഞ്ഞാറ്റയിലൂടെ വയനാട്ടിലും പിന്നീട് മലനാട്ടിലും എത്തിയ തേജോരൂപം തന്നെയാണ് ശ്രീ വയനാട്ടുകുലവൻ ദൈവം. നട്ടുനനച്ചയിടത്തും കരിച്ചുവാളിയിടത്തും 10-ന് 16 പൊലിപ്പിച്ചു നൽകിയ അഭയവരദായകനായ ശ്രീ വയനാട്ടുകുലവൻ തെയ്യത്തിൻ്റെ തിരുപ്പുറപ്പാടിനുള്ള സമയം ആഗതമായിരിക്കുന്നു. 28 സംവത്സരങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇതാ പരമപവിത്രമായ ഓർക്കോൽ മീത്തലപ്പുര തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാന സന്നിധിയിൽ ഇനി വയനാട്ടുകുലവൻ തെയ്യത്തിൻ്റെ തിരുപ്പുറപ്പാടാണ്.